This diagram contains the overall process of recombination. This is a human cell. Human cell has genes for growth hormone. We isolated that gene of interest. We fixed sticky ends to that. We took a vector. On the vector, we inserted the DNA. Now it become a recombinant vector. And this recombinant vector we inserted into bacteria. Now this bacteria will produce the growth hormone of human beings that we can isolate. This is the smallest, or this is a small cloning experiment. But in case of plants and animals, after analyzing this gene in bacteria, it has to go to the target plant or animal. So, ഒരു പ്ലാന്റിലോ അനിമലിലോ നമ്മൾ റീകോമ്പിനേഷൻ DNA ടെക്നോളജി ചെയ്യാൻ പോകുമ്പോൾ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഐസൊലേറ്റ് ചെയ്ത് അതിനെ ക്ലോണിംഗ് ഒക്കെ ചെയ്യുന്നത് ബാക്ടീരിയയിലൊക്കെ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞ് അത് ഫൈനലായിട്ട് ഏത് ഓർഗാനിസത്തിലാണോ പോവേണ്ടിയത് അതിലോട്ടത് എത്തണം. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നമ്മൾ കണ്ടത്? ഒന്ന്, ഇതാണല്ലോ ഡോണർ സെല്ല്, ഇതാണ് ഡോണർ ജീൻ. ആദ്യം ചെയ്യേണ്ടത് ഡോണർ ഫ്രാഗ്മെന്റിനെ ജനറേറ്റ് ചെയ്തെടുക്കണം. ഡോണർ ഫ്രാഗ്മെന്റിനെ ജനറേറ്റ് ചെയ്തെടുക്കണം. രണ്ട്, പ്ലാസ്മിഡിനകത്തുള്ള ബാക്ടീരിയക്കകത്തുള്ള പ്ലാസ്മിഡ് ആണ് വെക്റ്റർ. വെക്റ്ററിനെയും ജനറേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ശരിയാക്കി എടുക്കണം. സോ ജനറേഷൻ ഓഫ് വെക്റ്റർ ഉണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് കോമ്പിനേഷൻ ഓഫ് വെക്റ്റർ വിത്ത് ദി ടാർഗറ്റ് ജീൻ, അതാണ് സ്പ്ലൈസിങ്. നാലാമത്തത് ഈ റീകോമ്പിനന്റ് ആയിട്ടുള്ള വെക്റ്ററിനെ, ഈ വെക്റ്ററിനകത്ത് ഇൻസേർട്ട് കൂടെ ഉള്ള വെക്റ്ററിനെ ട്രാൻസ്ഫർ ചെയ്ത് ഒരു പോസ്റ്റിനകത്തോട്ട് കൊണ്ടുവരണം. ഒരു പോസ്റ്റ് സെല്ലിനകത്തോട്ട് അതായത് ട്രാൻസ്ഫർ ഓഫ് റീകോമ്പിനന്റ് DNA ടു എ പോസ്റ്റ് സെല്ലിൽ കൊണ്ടുവന്നു. ഈ സെല്ലിനകത്ത് ഈ DNA എന്ത് ചെയ്യും? മൾട്ടിപ്ലൈ ചെയ്യും. അതിന് പറയുന്ന പേരാണ് ജീൻ ക്ലോണിങ്. അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. ആറാമത്തെ സ്റ്റെപ്പ്, ഇങ്ങനെ ജീൻ ക്ലോൺ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ബാക്ടീരിയൽ, എല്ലാ ബാക്ടീരിയയിലും ചിലപ്പോൾ ഇത് കാണണമെന്നില്ല, അപ്പോൾ ഏതൊക്കെ ബാക്ടീരിയയിൽ ഈ പ്ലാസ്മിഡ് ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. അതാണ് ഡിറ്റക്ഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് സ്പെസിഫിക് ക്ലോൺസ്. ഇതിൽ നിന്ന് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലോണിനെ തിരിച്ചറിയണം. ഏറ്റവും അവസാനമായിട്ട് ഇതിലേതാണോ പോസിറ്റീവ് ക്ലോൺ ആയിട്ടുള്ളത് അതിനെ ടാർഗറ്റ് ചെയ്തേക്കുന്ന സെൽ, അനിമൽ ആണോ പ്ലാന്റ് ആണോ ഏതാണോ അതിനകത്തോട്ട് എത്തിക്കണം. ഇത്രയും സ്റ്റെപ്പാണ് റീകോമ്പിനന്റ് DNA ടെക്നോളജിയിൽ ഉള്ളത്. സോ recombinant DNA technology consists of isolation and identification of gene of interest, generation of vector, fusion of vector with DNA called gene splicing, transfer of this recombinant DNA to intermediate host cell, then cloning, detection and isolation of specific clones which have the gene, and finally transfer of the desired gene to the host cell. ഇത്രയും സ്റ്റെപ്പാണ് ഉള്ളത്. അപ്പോൾ അതിൽ നമുക്ക് എവിടെ നിന്നൊക്കെ DNA കിട്ടും? രണ്ട് രീതിയിൽ DNA കിട്ടും. ഒന്ന്, ഒരു ഡിസൈഡ് ജീനാണ് നമുക്ക് എടുക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ജീന് അതിൻ്റെ പൂർണ്ണതയിൽ കാണുന്നത് എവിടെയാണ്? We can see a gene in perfection in mRNA. മെസഞ്ചർ RNA ഒരു പ്രോസസ്ഡ് mRNA, സ്പ്ലൈസിങ്ങും പ്രോസസ്സും കഴിഞ്ഞ് വരുന്ന ഒരു mRNA has a specific gene for a protein. So from the mRNA, by making cDNA from mRNA using reverse transcriptase, we can make complementary DNA or cDNA. From that cDNA we can make the
ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. cDNA ആണ് ഏറ്റവും നല്ല ജീൻ സോഴ്സ് നമുക്ക് പറയാം. അപ്പം ദി DNA fragments can be generated from genomic DNA യിൽ നിന്ന് എടുക്കാം, or from messenger RNA, then making cDNA from that. അപ്പം ഈ രീതിയിലുള്ള ഏത് മെത്തേഡിൽ ഒന്നുകിൽ ഒരു ജീനിനെ സിന്തസൈസ് ചെയ്തെടുക്കണം. നമുക്കറിയാം ഇന്ന് ജീൻ ബാങ്കിലൊക്കെ വി നോ ദ സീക്വൻസ് ഓഫ് ജീനിന്റെ സീക്വൻസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഗോ ഫോർ സിന്തസൈസിങ് എ ജീൻ. 1. 2, വി ക്യാൻ ടേക്ക് ദി ജീനോമിക് DNA അതിൽ നിന്ന് എടുക്കാം. 3, RNA-യിൽ നിന്ന് mRNA-യിൽ നിന്ന് കോംപ്ലിമെന്ററി DNA ഉണ്ടാക്കി നമുക്ക് എടുക്കാം. ഇനി എങ്ങനെയാണ്, ഹൗ ക്യാൻ വി സ്പ്ലിറ്റ് ഇറ്റ്? അങ്ങനെ ഒരു ജീനോം നമ്മൾ കണ്ടു, ഒരു mRNA അല്ലെങ്കിൽ ഒരു പ്ലാന്റിനകത്ത് ജീനുണ്ട്, അതിനെ എങ്ങനെ എടുക്കാൻ പറ്റും? ബൈ യൂസിങ് സ്പെസിഫിക് റെസ്ട്രിക്ഷൻ എൻസൈം. സോ ബൈ യൂസിങ് സ്പെസിഫിക് റെസ്ട്രിക്ഷൻ എൻസൈം we can cleave the gene of interest from the ഹോസ്റ്റിൽ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം. 2. Second is called generation of vector. Depending on the size of the insert. എന്താണ് ഇൻസേർട്ട്? ഏത് ജീനാണോ നമ്മൾ അകത്തോട്ട് വയ്ക്കുന്നത്, ഒരു വെക്ടറിനകത്തോട്ട് കയറ്റി വയ്ക്കുന്നത്, അതാണ് ഇൻസേർട്ട്. സോ ഡിപ്പെൻഡിങ് ഓൺ ദി സൈസ് ഓഫ് ദി ഇൻസേർട്ടിന്റെ സൈസ് അനുസരിച്ച്, ഡിപ്പെൻഡിങ് ഓൺ ദി സൈസ് ഓഫ് ദി ഇൻസേർട്ട്, we can do one thing. We can select the appropriate plasmid. ഇൻസേർട്ടിന്റെ സൈസിനെ അനുസരിച്ച് നമുക്ക് വേണ്ട പ്ലാസ്മിഡിനെ സെലക്ട് ചെയ്യാം. എങ്ങനെ ആ പ്ലാസ്മിഡിനെ സെലക്ട് ചെയ്യും? 1, ഏറ്റവും പ്രധാനമായിട്ട് സെലക്ട് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറഞ്ഞാൽ എത്ര കിലോ ബേസ് ആണ് ഒരു ഇൻസേർട്ടിന്റെ സൈസ്. നമുക്കുള്ള ജീൻ, നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന ജീനിന്റെ സൈസ് എത്ര കിലോ ബേസ് പെയർ ആണ്, KBP കിലോ ബേസ് പെയർ ആണ് നോക്കും. എന്നിട്ട് അത്രയും KBP ഉള്ള ജീനിനെ ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഴ്സിനെയാണ് നമ്മൾ വെക്ടറായിട്ട് ഉപയോഗിക്കുന്നത്. അത്രയും KBPs ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാസ്മിഡിനെ അല്ലെങ്കിൽ ഒരു ഫോസ്മിഡിനെ അല്ലെങ്കിൽ ഫാസ്മിഡിനെ ഏതെങ്കിലും ആയിരിക്കും നമ്മൾ വെക്ടറായിട്ട് സെലക്ട് ചെയ്യുന്നത്. പക്ഷെ ഒരു വ്യത്യാസം, both the gene of interest and the vector, both the gene of interest and vector can be or need to be cleaved by the same enzyme. ഒരേ എൻസൈം കൊണ്ട് ജീൻ ഓഫ് ഇൻട്രസ്റ്റും വെക്ടറും നമ്മൾ എന്ത് ചെയ്യണം? ക്ലീവ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ദിസ് ഈസ് റിഗാർഡിംഗ് the generation of DNA fragment and generation of template അല്ലെങ്കിൽ donor DNA. Then after that we mix the vector and the insert in a tube with DNA ligase enzyme. DNA ligase കൂടെ ഇടും. അപ്പോൾ ലൈഗേഷൻ 2 രീതിയിലാണ്. ഒന്നുകിൽ ബ്ലണ്ട് എൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റിക്കി എൻഡ് ആയിരിക്കും. ഏതായാലും ലൈഗേഷന് വേണ്ടി നമ്മൾ ട്യൂബിനകത്തിടും. അവിടെ നടക്കുന്ന പ്രോസസ് ഫ്യൂഷൻ ഓഫ് വെക്ടർ വിത്ത് ഇൻസേർട്ട് ഈസ് കോൾഡ് ലൈഗേഷൻ. നൗ അങ്ങനെ ലൈഗേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നൗ ഇറ്റ് ഈസ് കോൾഡ് റീകോമ്പിനന്റ് DNA ഓർ കെമറിക് DNA. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡോണർ ജീനും വെക്ടറും കൂടെയുള്ള ഹൈബ്രിഡിനെ പറയുന്ന പേരാണ്, ഡോണറും വെക്ടറും ഒന്നിച്ച് ചേർന്നുള്ള ഹൈബ്രിഡിന് നമുക്ക് ഹൈബ്രിഡ് DNA എന്ന് വേണമെങ്കിൽ പറയാം, റീകോമ്പിനന്റ് DNA എന്ന് പറയാം, മൊസൈക് DNA എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് കെമറിക് DNA എന്ന് നമുക്ക് പറയാം. ഇതാണ് ജീൻ സ്പ്ലൈസിങ്. എന്താണ് അവിടെ സംഭവിക്കുന്നത്? വിത്ത് ദ ഹെൽപ്പ് ഓഫ് ലൈഗേസ് എൻസൈം ദ വെക്ടർ ആൻഡ് ദ ഡോണർ വിൽ ബി ഫ്യൂസ്ഡ്. അപ്പോൾ അവിടെ ഒരു പ്രശ്നമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, റെസ്ട്രിക്ഷൻ എൻസൈംസ് ക്യാൻ ഡു 2 kinds ഓഫ് കട്ടിങ്, ബ്ലണ്ട് എൻഡും സ്റ്റിക്കി എൻഡും. പക്ഷേ ഇഫ് ഇറ്റ് ഡു എ ബ്ലണ്ട് എൻഡ്, the terminus has to be modified. അതിന്റെ ടെർമിനലിനെ മോഡിഫൈ ചെയ്ത് സ്റ്റിക്കി എൻഡ് ആക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് 2 ടെർമിനൽ മോഡിഫൈങ് എൻസൈം ഉണ്ട്. അപ്പോൾ ടെർമിനൽ മോഡിഫൈങ് എൻസൈം ഉപയോഗിച്ച് ബ്ലണ്ട് എൻഡ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നതെങ്കിൽ അതിന് സ്റ്റിക്കി എൻഡ് ഉണ്ടാകും. പക്ഷേ മോസ്റ്റ് പ്രോബബ്ലി വിൽ ബി യൂസിങ് ദി എൻസൈംസ് വിച്ച് ക്യാൻ ജനറേറ്റ് സ്റ്റിക്കി എൻഡ് ഉണ്ടാക്കാൻ പറ്റുന്ന എൻസൈംസ് ആയിരിക്കും ഉപയോഗിക്കുന്നത്. അന്നേരം ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഓഫ് എന്താണ് ലിങ്കർ. സാധാരണ സ്റ്റിക്കി എൻഡ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒരു പീസ് അറ്റാച്ച് ചെയ്തിട്ടാണ് സ്റ്റിക്കി എൻഡ് ഉണ്ടാക്കുന്നത്. അങ്ങനെ സ്റ്റിക്കി എൻഡ് ഉണ്ടാക്കുന്നതിനുള്ള പീസിന്റെ പേരാണ് ലിങ്കർ. അപ്പൊ ലിങ്കർ ആഡ് ചെയ്യാതെ നമുക്ക് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു യൂസ് ദി എൻസൈം വിച്ച് ക്യാൻ ക്ലീവ് ദ DNA മോളിക്യൂൾ. ഉപയോഗിക്കുന്ന റെസ്ട്രിക്ഷൻ എൻസൈം DNA മോളിക്യൂളിനെ സ്റ്റിക്കി എൻഡ് ഉള്ളതായിട്ടായിരിക്കണം മുറിക്കേണ്ടത്. ഓക്കെ,
Now, the fourth step is transfer of this recombinant DNA. ഈ ഉണ്ടായ DNA we have to transfer to the bacteria, the host cell. എങ്ങനെയാണ് അത് മാറ്റുന്നത്? To the host cell we can do it പല മെത്തേഡ് ഉണ്ട്. ഇലക്ട്രോപോറേഷൻ ഉണ്ട്, then polyethylene glycol mediated method ഉണ്ട്, and any one of the method we can, or transfection ഉണ്ട്. Transfection ചില ബയോ മെംബ്രെയിൻസിനകത്ത് ഈ DNA ബൈൻഡ് ചെയ്തിട്ട് സെല്ലിനകത്തോട്ട് കയറ്റി വിടുന്ന മെത്തേഡ് ഉണ്ട്. So by any one of the method the recombinant DNA should be inserted to the host cell. The process of insertion of recombinant DNA to host cell is called transformation. And it is called transformation. So the transfer of this recombinant DNA to the host cell is called transformation. അതിന് പല മെത്തേഡ് ഉണ്ട്. DNA ചിലത് ഫാഗോസൈറ്റോസ് വഴി അകത്ത് പോകും, ചിലത് മെംബ്രെയിനിൽ ബൗണ്ട് ചെയ്യും, ചിലത് ഫോഴ്സ്ഫുള്ളി കടത്തിവിടും, ചിലത് മെംബ്രെയിനിൽ പോളിയത്തിലിൻ ഗ്ലൈക്കോൺ ഉപയോഗിച്ച് മെംബ്രെയിനിൽ പെർഫറേഷൻ. ബട്ട് ബൈ എനി ഓഫ് ദി മെത്തേഡ് ഇതിനെ കടത്തിവിടും. ഇനി ഈ ജീൻ ക്ലോൺ എന്തിനാണ് ഇത് കടത്തിവിട്ടത്? ദിസ് ഈസ് ഫോർ മൾട്ടിപ്ലൈയിങ് ദ ജീൻ. ഇതെന്തിനാണ്? ബാക്ടീരിയക്കകത്ത് ഈ ജീൻ പോകുമ്പോൾ ഒരു കോപ്പിയുള്ള ജീൻ അതിനകത്ത് ഡിവൈഡ് ചെയ്യുന്നതോറും, പ്ലാസ്മിഡ് ഡിവൈഡ് ചെയ്യുന്നതോറും മൾട്ടിപ്പിൾ കോപ്പി ആയിട്ട് വരും. നമ്മൾ പറഞ്ഞു മൾട്ടി കോപ്പി പ്ലാസ്മിഡ് ഒക്കെ ഉണ്ട്, ഒരുപാട് കോപ്പി ജീൻസ് അതിനകത്ത് ഉണ്ടാവും. ഇതിന് പകരം ഉപയോഗിക്കാവുന്ന, ക്ലോണിങ്ങിന് പകരം ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഉണ്ട്, PCR മെത്തേഡ്. ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട്. DNA മൾട്ടിപ്ലൈൻ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് PCR. നൗ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നൗ ആഫ്റ്റർ ദിസ്, അപ്പൊ സാധാരണഗതിയിൽ നമുക്കൊരു തോന്നും നമുക്കിവിടെ തീർന്നല്ലോ പ്രോസസ്. അല്ല, ഇത് കഴിഞ്ഞ അടുത്ത സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കുറെ ബാക്ടീരിയ ഒന്നിച്ച് വെച്ചായിരിക്കും ഇതെല്ലാം ചെയ്യുന്നത്, ട്രാൻസ്ഫോർമേഷൻ. വി ഷുഡ് ഐഡന്റിഫൈ വിച്ച് ഓഫ് ദി ബാക്ടീരിയ ആർ പോസിറ്റീവ്. ഇതിൽ ഏതൊക്കെ ബാക്ടീരിയ ആണ് പോസിറ്റീവ് എന്ന് വെച്ചാൽ നമുക്കുള്ള ജീൻ ഉണ്ടെന്ന് അറിയണം. അതിനു വേണ്ടിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞു സെലക്ടബിൾ ജീൻ മാർക്കേഴ്സ് ഉണ്ട്. ഒരു ബാക്ടീരിയ ഉള്ള മീഡിയയിൽ ഇതിൽ ഏതൊക്കെ വളരുമെന്ന് നോക്കണം. ഒരു ബാക്ടീരിയ റിച്ച് ആയിട്ടുള്ള ഒരു ആന്റിബയോട്ടിക് റിച്ച് ആയിട്ടുള്ള മീഡിയയിൽ, ഒരു ആന്റിബയോട്ടിക് റിച്ച് ആയിട്ടുള്ള കൾച്ചർ മീഡിയയിൽ ഏതൊക്കെ ബാക്ടീരിയ വളരുമെന്ന് നോക്കണം. ആ വളരുന്ന ബാക്ടീരിയ മാത്രമായിരിക്കും റീകോമ്പിനേഷൻ നടന്നത്. അപ്പൊ അങ്ങനെയുള്ളതിനെ നമ്മൾ സെലക്ട് ചെയ്യണം. അങ്ങനെയുള്ള സെലക്ട് ചെയ്യുന്നത് അതിന് പറയുന്ന പേരാണ് ഡിറ്റക്ഷൻ ആൻഡ് ഐസൊലേഷൻ ഓഫ് ക്ലോൺസ്. അതായത് ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്യുന്നതെല്ലാം ക്ലോൺസ് തന്നെയാണ്, പക്ഷെ വിത്തിൻ ദിസ് ക്ലോൺസ് വി ഷുഡ് ഐഡന്റിഫൈ വിച്ച് ഓഫ് ദം ആർ, ഏതൊക്കെ ബാക്ടീരിയക്കാണ് എന്തുള്ളത്, ഏതൊക്കെ ബാക്ടീരിയക്കകത്താണ് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തിരിച്ചറിയണം. ഓക്കെ, ഫോർ ദാറ്റ് അത് നമ്മൾ എന്തൊക്കെ ചെയ്യും? ഒന്ന്, പ്രധാനമായിട്ടുള്ളത് ഒന്നുകിൽ ഇമ്മ്യൂണോ അസേ മെത്തേഡ്, കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വേണ്ട. either we can go for ഇമ്മ്യൂണോ അസേ മെത്തേഡ്. സെക്കൻഡ് വൺ ഈസ് കോൾഡ് ഇതിന്റെ ജീൻ. ഈ നമുക്കറിയാലോ ഇതൊരു പ്ലാസ്മിഡാണ്. സാധാരണ ബാക്ടീരിയയിൽ ഒരു പ്ലാസ്മിഡ് ഉണ്ട്, പക്ഷെ വേറൊരു ജീൻ കയറി കഴിയുമ്പം ആ പ്ലാസ്മിഡിന്റെ സൈസ് വലുതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ക്ലോൺസിൽ, ഈ ബാക്ടീരിയൽ ക്ലോൺസിനകത്തുനിന്ന് DNA ഐസൊലേറ്റ് ചെയ്തിട്ട് അതിന്റെ സൈസ് ഇലക്ട്രോഫോർസ് വഴി നോക്കിയാൽ സാധാരണ ഇതിൽ വലുതായിരിക്കും. റീകോമ്പിനന്റ് DNAയിൽ അത് വലിയ സൈസ് ആയിരിക്കും. പിന്നെ ഒന്നുള്ളത് ഈ DNA എടുത്ത് സീക്വൻസ് ചെയ്ത് നോക്കിയാൽ അറിയാം നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു മെത്തേഡ് അനുസരിച്ച് നമ്മൾ എന്ത് നോക്കും? സ്പെസിഫിക് ജീന് ഈ ഓർഗാൻസത്തിനകത്തുള്ള DNAയിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. ഇനി അത് കഴിഞ്ഞിട്ട് വിൽ ട്രാൻസ്ഫർ ദി ഡിസൈർഡ് ജീൻ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ എന്താണ് ഈ ജീൻസിനെ ഒരു ഓർഗാൻസത്തിനകത്തോട്ട് കടത്തിവിടും. ഏത് ഓർഗാൻസത്തിനാണ് കടത്തിവിടുന്നത്? ഈ ജീനിനെ ഫൈനലി നമ്മൾ ഏത് ഓർഗാൻസത്തിലാണോ ഈ ജീൻ വേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടെ ഒരു ഹ്യൂമൻ ഹോർമോണിന്റെ ജീൻ ഐസൊലേറ്റ് ചെയ്തു, അതൊരു ബാക്ടീരിയയിൽ വന്നു. പക്ഷെ നമുക്ക് എന്താണ് ഫൈനൽ എയിം? ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഈ ജീൻ ഡെഫിഷ്യന്റ് ആണ്. സോ വി ഹാവ് ടു സെൻഡ് ദാറ്റ് ജീൻ. ആ ജീനിനെ ആ ഡെഫിഷ്യൻസി ഉള്ള ഓർഗാൻസത്തിനകത്തോട്ട് കടത്തിവിടണം. അതിന് പറയുന്ന പേരാണ് ട്രാൻസ്ഫർ ഓഫ് ഡിസയേർഡ് ജീൻ ടു ഹോസ്റ്റ് സെൽ. അപ്പൊ ഈ വെക്ടറിൽ നിൽക്കുന്ന റീകോമ്പിനന്റ് DNA ഒരു ഇടത്താവളം മാത്രം. DNA മൾട്ടിപ്ലൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ഇതുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ മൾട്ടിപ്ലൈ ചെയ്തിരിക്കുന്ന DNA എന്ത് ചെയ്യണം? ദിസ് റീകോമ്പിനന്റ് DNA ഹാസ് ടു മൂവ് ടു ദ റിയൽ ടാർഗറ്റ് ഉള്ള ഓർഗാൻസത്തിനോട്ട് പോകും. അപ്പോഴാണ് റീകോമ്പിനേഷൻ കംപ്ലീറ്റ് ആവുന്നത്. അത് പല മെത്തേഡാണ്. അതൊക്കെ നമ്മൾ ഇനിയിപ്പോൾ എന്താണ് അതിന് പറയുന്ന പേര് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്സ്. ദ ട്രാൻസ്ഫർ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഫ്രം one organism to another is called transformation method. രൂപാന്തരണം നടത്തുന്ന methods. So this transformation method we have to discuss in detail. നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന ആ ടോപ്പിക്കാണ്. അപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് when it is asked for recombinant DNA technology ചോദിച്ചാൽ it should contain 7 steps. Generation of vector, generation of donor DNA, gene splicing, insert to a host. So
after insertion to a host, gene cloning, then identification of specific genes transferred to the target organism അല്ലെങ്കിൽ ടാർഗറ്റ് സെൽ അല്ലെങ്കിൽ എന്താണ് ടാർഗറ്റ് ഓർഗാനിസത്തിലോട്ട് കടത്തിവിടുക. The final step in DNA recombination or recombinant DNA technology is transformation. What is transformation? Transformation is the process by which a new gene or the gene to be introduced reaches the host cell. Host organismത്തിനകത്തോട്ട് ജീൻ എത്തിക്കുന്ന പ്രോസസ്സാണ് ട്രാൻസ്ഫോർമേഷൻ. ഇനി in plants this transformation is carried out by different methods. പല മെത്തേഡിലാണ് നടത്തുന്നത്. First one is agrobacterium mediated gene transfer. 2 virus mediated gene transfer. 3 direct or vectorless gene transfer. അപ്പോൾ 3 മെത്തേഡിലൂടെയാണ് the process of recombination നടക്കുന്നത് പ്ലാന്റ്സിൽ. 1 agrobacterium mediated gene transfer. 2 virus mediated gene transfer. 3 direct or vector mediated gene transfer. First one is agrobacterium. നമ്മൾ രാവിലെ ഈ കാര്യം പറഞ്ഞിരുന്നു, എങ്ങനെയാണ് ഈ പ്രോസസ് നടക്കുന്നത്. Now, how can we do it? സാധാരണഗതിയിൽ കമ്പയർ ടു ആനിമൽസ് പ്ലാന്റ്സിനകത്ത് ട്രാൻസ്ഫോർമേഷൻ വലിയ പാടാണ്. ബിക്കോസ് ഓഫ് എ ഹെവി ഓർ എ റിജിഡ് സെൽ വാൾ. ഇപ്പോൾ റിജിഡ് ആയിട്ടുള്ള സെൽ വാൾ ഉള്ളതുകൊണ്ട് ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്ക് പ്ലാന്റ്സിനകത്ത് വളരെ പാടാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അഗ്രോബാക്ടീരിയം മീഡിയേറ്റഡ് മെത്തേഡ്. എന്താ പ്രശ്നം? ബാക്ടീരിയത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്താണ്? സെൽ വാൾ ഉണ്ടെങ്കിലും സെൽ വാളിൻ്റെ ഇടയിൽ കൂടെയോ അല്ലെങ്കിൽ സെൽ വാളിനെ ഡിസല്യൂട്ട് ചെയ്തിട്ടോ ഈ മൈക്രോ ഓർഗാനിസം അകത്തോട്ട് കയറും. അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ഓൾറെഡി വി വിൽ ഗ്രോ അഗ്രോബാക്ടീരിയം. അഗ്രോബാക്ടീരിയത്തിനകത്ത് നമ്മുടെ ജീനിനെ കയറ്റും. എന്ത് ജീനാണ്? ഒരു പീ പ്ലാന്റിന് എന്തില്ല? ഡിസീസ് റെസിസ്റ്റൻസ് ഇല്ല. അപ്പോൾ നമുക്കൊരു ഡിസീസ് റെസിസ്റ്റന്റ് ജീനിനെ പീ പ്ലാന്റ്സിനകത്ത് കയറ്റണം. അപ്പോൾ അഗ്രോബാക്ടീരിയത്തിനകത്ത് എന്ത് ചെയ്യും? അഗ്രോബാക്ടീരിയത്തിനകത്തോട്ട് നമ്മുടെ റെസിസ്റ്റന്റ് ജീനെ ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? നമ്മൾ കുറച്ച് പീ പ്ലാന്റ്സിന്റെ ലീഫ് എടുക്കും. എന്ത് ചെയ്യും? കുറേ പീ പ്ലാന്റ്സിന്റെ ലീഫിനെ ഡിസ്ക് ആയിട്ട് കട്ട് ചെയ്തിട്ട് ആ ലീഫ് ഡിസ്കിനെ ഒരു ലിക്വിഡ് മീഡിയത്തിൽ റീകോമ്പിനന്റ് ആയിട്ടുള്ള അഗ്രോബാക്ടീരിയമായിട്ട് ഗ്രോ ചെയ്യും. ഒരു ലീഫ് ഡിസ്ക് എടുത്തിട്ട് റീകോമ്പിനന്റ് അഗ്രോബാക്ടീരിയവുമായിട്ട് ഒരു ഡിഷിനകത്ത് അതിനെ ഇൻക്യുബേറ്റ് ചെയ്യും. ഇൻക്യുബേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒരു ഓവർനൈറ്റ് ഇൻക്യുബേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അഗ്രോബാക്ടീരിയ നാച്ചുറലി എന്ത് ചെയ്യും? ലീഫ് ഡിസ്കിനകത്തോട്ട് കയറും. അപ്പോൾ ആ ലീഫിനകത്ത് എന്തുണ്ട്? ലീഫിനകത്ത് അഗ്രോബാക്ടീരിയം കയറിയിട്ടുണ്ട്. അഗ്രോബാക്ടീരിയം കയറുന്നതോടൊപ്പം അതിനകത്ത് TDNA ഉണ്ട്. TDNAക്കകത്ത് നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് ചെന്ന് ആ സെല്ലിനകത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യും. അടുത്ത് എന്ത് ചെയ്യും? അടുത്ത് ആ ലീഫ് ഡിസ്കിനെ എടുത്ത് നമ്മൾ ടിഷ്യൂ കൾച്ചർ ചെയ്യും. നിങ്ങൾ ടിഷ്യൂ കൾച്ചർ പഠിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പഠിക്കുന്നുണ്ടാവും. ആ ലീഫ് അഗ്രോബാക്ടീരിയം കയറിയ എന്താണ് ലീഫ് ഡിസ്കിന് ഡിഫറൻസിയേഷൻ നടക്കും. അടുത്ത റീഡിഫറൻസിയേഷൻ നടക്കും. അങ്ങനെ അത് പ്ലാന്റ് ആയിട്ട് മാറും. അങ്ങനെ പ്ലാന്റ് ആയിട്ട് മാറുമ്പോൾ അതിലെന്തുണ്ടാവും? ദേ വിൽ ബി ഹാവിങ് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. അതെങ്ങനെ തിരിച്ചറിയാന്ന് വെച്ചാൽ കാനാമൈസിൻ എന്ന് പറയുന്ന ഒരു ആന്റിബയോട്ടിക്കിന്റെ പ്രസൻസിലായിരിക്കും ഈ പ്ലാന്റ്സിനെ വളർത്തുന്നത്. എന്താണ് കാനാമൈസിൻ? സോ കാനാമൈസിൻ എന്ന് പറഞ്ഞ ആന്റിബയോട്ടിക്കിന്റെ പ്രസൻസ് എന്ന് വെച്ചാൽ കാനാമൈസിൻ എന്നുള്ള ആന്റിബയോട്ടിക് ടിഷ്യൂ കൾച്ചറിന്റെ മീഡിയയിൽ കൊടുക്കുമ്പോൾ ഓൺലി പ്ലാന്റ്സ് വിച്ച് ഹാസ് ദിസ് ജീൻ, ഏതൊക്കെ പ്ലാന്റിനാണോ ഈ പെർട്ടിക്കുലർ ജീൻ കിട്ടിയിട്ടുള്ളത് അതിന് മാത്രമേ എന്ത് പറ്റുള്ളൂ? കാനാമൈസിൻ റെസിസ്റ്റൻസ് കാണുള്ളൂ. ആ പ്ലാന്റ് മാത്രമേ ഗ്രോ ചെയ്യുള്ളൂ. അപ്പൊ അതിന് നമ്മൾ പറഞ്ഞ പേരാണ് സെലക്ടബിൾ മാർക്കർ. സെലക്ടബിൾ മാർക്കർ ഉണ്ടോ എന്ന് പറയുന്നതിൽ
ഒന്നൊരു ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ജീനാണ്. അതെന്തിനാണ്? അപ്പം നമുക്കറിയാലോ, നമ്മൾ ലീഫ് ഡിസ്ക് വെച്ചു, ലീഫ് ഡിസ്കിനകത്ത് അഗ്രോബാക്ടീരിയായിട്ട് ഇൻക്യുബേറ്റ് ചെയ്തു. പക്ഷെ ഇൻക്യുബേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയില്ല ഏതൊക്കെ സെല്ലിനകത്താണ് ഇത് കയറുന്നതെന്ന് അറിഞ്ഞുകൂടാ. അതുപോലെ അപ്പോൾ എന്ത് ചെയ്യും, അതിനെ പ്ലാന്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പ്രോസസ്സ് നടക്കുമ്പോൾ കൾച്ചർ മീഡിയയിൽ കാനാമൈസിൻ കൊടുത്താൽ ആ കാനാമൈസിന്റെ പ്രസൻസിൽ വളരുന്ന ഓർഗാനിസത്തിന് മാത്രമേ എന്തുണ്ടാവുള്ളൂ, ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ദിസ് ഈസ് വൺ മെത്തേഡ്. So, in agrobacterium mediated gene transfer, plant tissue is incubated with agrobacterium containing gene of interest. When they are together, the bacteria will migrate to plant cells, and eventually bacterial genes get transferred to plant genome. Subsequently, these plant tissues will be taken to tissue culture, and based on kanamycin resistance, the positive clones will be selected, and those plants will be having our gene of interest. Transformation can be carried out with the help of virus. There are diverse viruses. Colimo virus ഉണ്ട്, ഡാലിയ mosaic virus ഉണ്ട്, tobacco mosaic virus ഉണ്ട്. All these viruses are present in the environment which are infecting plants. How they infect? What is the speciality of virus, and what is the life cycle they are having? As we all know, virus is having a complete parasitic mode of life cycle. Totally they are depending on host cell for their growth and reproduction. Growth and reproduction host cell ആണ് പോകുന്നത്. അപ്പോൾ എന്താണ് വൈറസ് ചെയ്യുന്ന ഹാം? What is the structure of a virus? Virus is having a capsid or a cover, and inside the capsid there is a core. അകത്തൊരു കോർ ഉണ്ട്, പുറത്തൊരു capsid ഉണ്ട്. ഇത്രയേ ഉള്ളൂ വൈറസിനകത്ത്, മറ്റ് ഓർഗൻസ് ഒന്നുമില്ല. പിന്നെ കുറച്ച് വിർലന്റ്, കുറച്ച് ഡിസീസ് കോസിങ് അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ജീൻസ് എവിടെയുണ്ട്? അതിന്റെ കോറിൽ ഉണ്ട്. കോർ കണ്ടെയ്ൻസ് സം ഇൻഫെക്ഷ്യസ് ജീൻസ് ഓൾസോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ വൈറസ് ഹാംഫുൾ ആവുന്ന എന്തുകൊണ്ടാണ്? ഓൺലി ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ദീസ് ഇൻഫെക്ടിങ് ജീൻസ്. ഇൻഫെക്ടിങ് ജീൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് വൈറസ് ഹാംഫുൾ ആവുന്നത്. അപ്പൊ എന്തോ വേണം? ഇഫ് യു ക്യാൻ റിമൂവ് ദി വിർലന്റ് ജീൻസ്, virulent genes of viral DNA, if you can remove the virulent genes of viral DNA with our gene of interest, നമുക്ക് വേണ്ട ഡോണർ ജീനിനെ ഒരു വൈറസിന്റെ ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള ജീൻസിനെ മാറ്റിയിട്ട് ഇൻസേർട്ട് ചെയ്താൽ, ഇഫ് യു ആർ ഏബിൾ ടു റിമൂവ് ദി ഇൻഫെക്ഷ്യസ് ജീൻസ് ഓഫ് എ വൈറസ് വിത്ത് അവർ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്, എന്നിട്ട് അതിനെ ഒരു കോട്ടിനകത്താക്കി വൈറസ് ആക്കി മാറ്റിയാൽ, വൈറസ് ക്യാൻ ഡയറക്ട്ലി ഗോ ആൻഡ് ഇൻഫെക്ട്. അപ്പൊ അങ്ങനെ ഒരു വൈറസ് കൺസ്ട്രക്ട് നമ്മൾ ഉണ്ടാക്കും. ഇൻ virus mediated gene transfer, by modifying a virus, our gene of interest will be inserted into a virus by replacing virulent genes. എന്നിട്ട് എന്ത് ചെയ്യും? ആ വൈറസിനെ അങ്ങോട്ട് പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യാൻ പറ്റും. ആ വൈറസ് ഉപയോഗിച്ച് പ്ലാന്റ്സിനെ ഇൻഫെക്ട് ചെയ്യും. അങ്ങനെ ഇൻഫെക്ട് ചെയ്യുമ്പോൾ പ്ലാന്റ്സിനകത്ത് ഇൻഫെക്ഷൻ വരികയും അങ്ങനെ പ്ലാന്റ്സിന് ആ ജീന് അകത്തോട്ട് ഇൻഫെക്ഷൻ വരിക എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഈ ജീൻ പ്ലാന്റിന്റെ ജീനോമിലോട്ട് പോകും. അങ്ങനെ നമുക്ക് വേണ്ട ജീൻ ഓഫ് ഇൻട്രസ്റ്റ് പ്ലാന്റ്സിന് കിട്ടുകയും ചെയ്യും. So this is the virus mediated gene transfer.